വാട്സപ്പിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ ചാറ്റുകൾ നമുക്ക് ലോക്ക് ചെയ്തു വെക്കണം. നമുക്ക് നമ്മുടെ വാട്സപ്പിൽ തന്നെ ഇത്തരം രഹസ്യ ചാറ്റുകൾ ലോക്ക് ചെയ്തു വെക്കാൻ എന്തു ചെയ്യും? അതിനുള്ള പരിഹാരമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത്. നമ്മുടെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ നമ്മുടെ കാമുകിയുടെയോ മറ്റാരുടെയെങ്കിലും വാട്സപ്പ് മെസ്സേജുകൾ, വാട്സപ്പ് ചാറ്റുകൾ നമുക്ക് പലപ്പോഴും സ്വകാര്യമായി സൂക്ഷിക്കേണ്ടി വരും. അങ്ങനെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ ചാറ്റുകൾ പ്രത്യേകമായി വാട്സപ്പിൽ ലോക്ക് ചെയ്തു വെക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ നൽകുന്നുണ്ട്. അവിടെ നിന്നും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്നതിന് മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോയുടെ താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്ന് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളത് സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി കാണും, നിങ്ങൾ അതുകൂടി എനേബിൾ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ലോക്കർ ഫോർ വാട്സ് ചാറ്റ് എന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആദ്യമായി കാണുന്നൊരു ഇൻ്റർഫേസ് ഇങ്ങനെ ആയിരിക്കും. ഇവിടെ നമുക്ക് 4 ഡിജിറ്റ് പാസ്വേഡ് നൽകിക്കൊണ്ട് ഏത് വാട്സപ്പ് ചാറ്റുകളാണോ ലോക്ക് ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെ നമുക്ക് ലോക്ക് ചെയ്യാൻ ഈ ഒരു പാസ്വേഡ് കൊണ്ട് സാധിക്കും. അതിനുവേണ്ടി നമ്മൾ ആദ്യമായി തന്നെ ഒരു 4 അക്ക പാസ്വേഡ് ഇവിടെ നൽകുക. ഞാനിവിടെ 4 അക്ക പാസ്വേഡ് നൽകി വീണ്ടും ആ ഒരു 4 അക്ക പാസ്വേഡ് കൺഫേം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ആ ഒരു പാസ്വേഡ് വീണ്ടും നൽകി അല്പം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും എത്തുക. ഇവിടെ നമുക്ക് നമ്മുടെ ഒരു ഇമെയിൽ നൽകേണ്ടതുണ്ട്. നമ്മൾ നൽകിയ ഈ ഒരു പാസ്വേഡ് മറന്നുപോയി കഴിഞ്ഞാൽ നമുക്ക് അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇമെയിൽ ഇവിടെ നൽകുന്നത്. നിങ്ങളുടെ ഒരു ഇമെയിൽ ഇവിടെ നൽകുക. ഇങ്ങനെ നിങ്ങളുടെ ഇമെയിൽ നൽകിയ ശേഷം താഴെ കാണുന്ന സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണുന്ന ഒരു ഇൻ്റർഫേസ് ഇങ്ങനെയാണ്. ഇവിടെ നമുക്ക് ഈ ഒരു പോപ്പ് ബോക്സിൽ നമുക്കൊരു പെർമിഷൻ എനേബിൾ ചെയ്യേണ്ടതുണ്ട്. ആ പെർമിഷൻ എനേബിൾ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ കാണുന്ന എനേബിൾ എന്ന് കാണുന്ന ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഇതുപോലുള്ള പോപ്പ് ബോക്സിൽ താഴെ കാണുന്ന ഗോട്ട് ഇറ്റ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ലോക്കർ ഫോർ വാട്സപ്പ് ചാറ്റ് ആപ്പ് എന്ന് കാണുന്ന ഈ ഒരു ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നമ്മൾ എനേബിൾ ചെയ്യുക. അങ്ങനെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണുന്ന പോപ്പ് ബോക്സിൽ താഴെ കാണുന്ന ഓക്കെ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത്രയും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ ചാറ്റ് എങ്ങനെ ലോക്ക് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി താഴെ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. നമുക്ക് ആരുടെ വാട്സപ്പ് ചാറ്റുകളാണ് ലോക്ക് ചെയ്യേണ്ടതെങ്കിൽ ആ വാട്സപ്പ് ചാറ്റുകൾ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വാട്സപ്പ് ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കാണാൻ സാധിക്കും. വീണ്ടും മറ്റൊരു വ്യക്തിയുടെ വാട്സപ്പ് ചാറ്റുകൾ നമുക്ക് ലോക്ക് ചെയ്യുന്നതിന് വേണ്ടി താഴെ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതൊരു വ്യക്തിയുടെ ചാറ്റ് ലിസ്റ്റാണ് നമുക്ക് ലോക്ക് ചെയ്ത് വെച്ച് സൂക്ഷിക്കേണ്ടതെങ്കിൽ ആ ഒരു വ്യക്തിയെയും നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഈ വ്യക്തികളുടെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് എങ്ങനെയാണ് ആ ഒരു വാട്സപ്പിൽ അവരുമായി ചാറ്റ് ചെയ്യുന്നത് എങ്ങനെ ലോക്ക് ചെയ്യാമെന്ന് പരിശോധിക്കാം. ഞാനിവിടെ എൻ്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്തു. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാകും ഞാൻ എൻ്റെ വാട്സപ്പ് നേരത്തെ ലോക്ക് ചെയ്ത വ്യക്തിയുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത സമയത്ത് നൽകിയ ആ ഒരു 4 അക്ക പാസ്വേഡ് നൽകിക്കൊണ്ട് നമുക്ക് ആ ഒരു വാട്സപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങളുടെ മൊബൈൽ ഫിംഗർ പ്രിൻറ്റ് സൗകര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിംഗർ പ്രിൻറ്റ് ഉപയോഗിച്ചുകൊണ്ടും ആ ഒരു വ്യക്തിയുടെ വാട്സപ്പ് ചാറ്റുകൾ നമുക്ക് ലോക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ്. പലരും പല വ്യക്തികളുടെയും വാട്സപ്പ് ചാറ്റുകൾ ലോക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടാകും. അത്തരക്കാർക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട വ്യക്തികളുടെ ചാറ്റുകൾ മറ്റാരും കാണാതിരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഇതുപോലെ ലോക്ക് ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോയുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകൾ നിങ്ങൾക്ക് ദിവസവും ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി കാണും, നിങ്ങൾ അതുകൂടി എനേബിൾ ചെയ്യുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.